ADGP-മാർ അജിത് കുമാറിന്റെ സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ യാത്രയിൽ നടപടി ആവശ്യപ്പെട്ട് DGP റവാഡ ചന്ദ്രശേഖർ. അജിത് കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും DGP ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ തിങ്കളാഴ്ച ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ADGP ട്രാക്ടറിൽ യാത്ര ചെയ്തത് വിവാദമായിരുന്നു. അഭിജിത്ത് ജയനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, അപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക? മുഖ്യമന്ത്രിയുടെ അടക്കം ഒരു നടപടി അത് ഇക്കാര്യത്തിൽ നിർണായകമാവുകയല്ലേ? അവിടെ നേരത്തെ തന്നെ ചട്ടം ലംഘിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ യാത്ര നടത്തിയതായി ADGP സമ്മതിച്ചിരുന്നു. ഒഴിവാക്കേണ്ട കാര്യമായിരുന്നുവെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും DGP കർശന നിർദ്ദേശം നൽകുകയുമായിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിലുള്ള കേസായതിനാൽ തന്നെ എന്തെങ്കിലും ഒരു നടപടി എടുത്ത ശേഷം അത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഹൈക്കോടതിയെ വാക്കാൽ അറിയിക്കാമെന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ DGPയും സംസ്ഥാന പോലീസും എത്തിയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അജിത് കുമാർ DGPക്ക് നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ടായി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് DGP നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടെ തന്നെയായിരിക്കും. ആഭ്യന്തര സെക്രട്ടറി അത് മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന റിപ്പോർട്ടിൽ എന്തായിരിക്കും നോട്ടായി എഴുതുക എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നിൽക്കുകയുമാണ്. സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ ട്രാക്ടറുകൾ. പക്ഷേ അപകട സാധ്യതയും അലക്ഷ്യമായി ഓടിക്കുന്നതും കാരണം 2021 ഹൈക്കോടതി ട്രാക്ടറുകളിൽ ആളുകൾ യാത്ര ചെയ്യുന്നത് നിരോധിച്ചിരുന്നു. ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ADGP അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്യുകയും ചെയ്തത്. അന്നത്തെ ട്രാക്ടർ യാത്ര വലിയ വിവാദമായിരുന്നു. പോലീസ് ട്രാക്ടറിൽ മങ്കി ക്യാപ്പ് ധരിച്ച് സഹായികളായ പോലീസുകാർക്കൊപ്പം നവഗ്രഹ പ്രതിഷ്ഠാ പൂജയ്ക്ക് വേണ്ടി ശബരിമല നട തുറന്നിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു 12-ാം തീയതി രാത്രി ADGP അജിത് കുമാർ ട്രാക്ടറിൽ സന്നിധാനത്തെത്തി ദർശനം നടത്തുന്നത്. അതേ ട്രാക്ടറിൽ തന്നെ തിരിച്ചിറങ്ങുകയും ചെയ്തിരുന്നു. അന്ന് ADGP പറഞ്ഞ വിശദീകരണം കാല് വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാലിന് സുഖമില്ലാത്തത് കാരണം ട്രാക്ടറിൽ യാത്ര ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷേ ചരക്കു നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നുള്ള കോടതി ഉത്തരവ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ ലംഘിക്കുന്നത് അത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഹൈക്കോടതി രൂക്ഷ വിമർശനവും ADGPക്കെതിരെ നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടി നിർണായകമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടി ഒരുപക്ഷെ ADGP അജിത് കുമാറിനെതിരെ പ്രതീക്ഷിക്കുകയുമാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ ശനിയോ ഞായറോ അതല്ലെങ്കിൽ കഴിഞ്ഞു വരുന്ന വർക്കിംഗ് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച തന്നെ, ഈ പ്രവൃത്തി ദിനമായിട്ടുള്ള തിങ്കളാഴ്ച തന്നെ ഒരുപക്ഷെ ADGP അജിത് കുമാറിനെ ബറ്റാലിയൻ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടൊരു നടപടി ഉണ്ടായേക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുകയുമാണ്. ഇപ്പോൾ നിലവിൽ ബറ്റാലിയന്റെ ചുമതലയുള്ള ADGP ആണ് അജിത് കുമാർ. ഇതിന് പുറമെ തന്നെ ADGP അജിത് കുമാർ ശബരിമലയിൽ അങ്ങനെ ട്രാക്ടറിൽ യാത്ര ചെയ്ത് ദർശനം നടത്തുന്ന ഘട്ടത്തിൽ സോപാനത്ത് 6 മിനിറ്റിലധികം നിന്ന് തൊഴുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നതുമാണ്. ബാക്കിയുള്ള ഭക്തർക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവിടെ മുൻവശത്ത് സോപാനത്ത് നിന്ന് തൊഴുതുകൊണ്ട് നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ അതിന് വലിയ വിമർശനവും വിവാദവും ഒക്കെ നേരിട്ടിരുന്നതാണ്. അങ്ങനെ ട്രാക്ടർ യാത്ര കൂടി ഇപ്പോൾ വിമർശന വിധേയമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും ഹൈക്കോടതിക്ക് മുമ്പാകെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും. ഒരുപക്ഷെ ഈ നിലവിൽ തുടരുന്ന പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു നടപടിയെടുത്ത ശേഷം അത് ഹൈക്കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയാണ് സർക്കാരിൽ നിന്ന് അറിയുകയും ചെയ്യുന്നത്. സർക്കാരിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടപടി വേണമെന്നുള്ള ഒരു ശുപാർശയാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് DGP റവാഡ ചന്ദ്രശേഖർ നൽകുകയും ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും. ആവതി. ശരി, അഭിജിത്ത് ജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ADGP-മാർ അജിത് കുമാറിന്റെ സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ യാത്രയിൽ DGP റവാഡ ചന്ദ്രശേഖർ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അജിത് കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും DGP ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.